ടെലിഫോൺ ലൈനിൽ ശ്രീ ബി ഗോപാലകൃഷ്ണൻ BJP ഇക്കാര്യത്തിൽ സുവ്യക്തമായ ഒരു നിലപാട് എടുത്തിട്ടുണ്ടല്ലോ. മുകേഷിനെതിരെയുള്ള ആരോപണം അതിശക്തമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ നടപടി വേണമെന്ന് അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത് CPM-ഉം സർക്കാരുമാണ്. പക്ഷേ കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപി എന്തിനാണ് മുകേഷിനെ അനുകൂലിച്ചുകൊണ്ടുള്ള അഭിപ്രായ പ്രകടനം നടത്തുന്നത്? അങ്ങനെയാണോ ചെയ്യേണ്ടത്? അല്ല, മുകേഷിനെ അനുകൂലിച്ചുകൊണ്ട് അദ്ദേഹം അഭിപ്രായ പ്രകടനം നടത്തി എന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെ അഭിപ്രായ പ്രകടനം നടത്തിയതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ സംസാരിച്ചിട്ടുണ്ടാവും. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സുരേഷ് ഗോപി ഒരു രാഷ്ട്രീയക്കാരനല്ല 100%. അത് ഞങ്ങൾ പലവട്ടം നിങ്ങളോട് സംസാരിച്ചിട്ടുള്ളതാണ്. സുരേഷ് ഗോപി ഒരു രാഷ്ട്രീയക്കാരൻ 100% രാഷ്ട്രീയക്കാരനല്ലാത്തതുകൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ട് കോടതിയിൽ ആ രീതിയിൽ വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതിന് നിങ്ങളെല്ലാവരും കൂടി സുരേഷ് ഗോപിയുടെ മെക്കെട്ട് വരാൻ പോണെന്തിനാ? അദ്ദേഹത്തിന് അഭിപ്രായം പറഞ്ഞു. അല്ല, ഇതിലൊരു മെക്കെട്ട് കയറലല്ല ശ്രീ ബി ഗോപാലകൃഷ്ണൻ നടക്കുന്നത്. താങ്കൾ ആ രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കരുത്. ഒരു കേന്ദ്ര സഹമന്ത്രിയുടെ നിലപാട് ഇക്കാര്യത്തിൽ ചോദിക്കുന്നതിൽ എന്ത് തെറ്റാണ്? ഇനി താങ്കൾ പറഞ്ഞു ഇത് അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല എന്ന്. താങ്കൾ അങ്ങനെ പറഞ്ഞൊഴിഞ്ഞാലും അദ്ദേഹം ഒരു ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ ഇരിക്കുന്നയാളാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഈ നിലയിൽ അഭിപ്രായം ചോദിക്കരുത് എന്നാണോ? അങ്ങനല്ല, നിങ്ങൾക്ക് ചോദിക്കാം മഞ്ജുഷേ. അദ്ദേഹത്തിന്റെ അഭിപ്രായവും പറയാം. ആ അഭിപ്രായം ശരിയല്ലെങ്കിൽ നിങ്ങൾക്ക് ശരിയല്ല എന്ന് നിങ്ങൾക്ക് പറയാം. അതിന് അയാളുടെ വഴിയിൽ അയാളെ തടഞ്ഞു നിർത്തിയിട്ട് ഇന്ന അഭിപ്രായം പറഞ്ഞേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് പ്രകോപിപ്പിക്കാൻ പോണെന്തിനാ? അങ്ങനെയല്ല ശ്രീ ബി ഗോപാലകൃഷ്ണൻ. ഇവിടെ ഒരു പാർട്ടി ഒരു നിലപാടെടുത്താൽ അദ്ദേഹം എന്തായാലും BJP-കാരനാണ് എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. ഒരു പാർട്ടി ആ നിലപാടെടുത്താൽ ഒരു കേന്ദ്ര സഹമന്ത്രിയാണെങ്കിൽ കൂടി ആ പാർട്ടിയുടെ നിലപാടിനനുസരിച്ചാണോ അദ്ദേഹം പോകുന്നത് എന്ന കാര്യം മാധ്യമങ്ങൾക്ക് ചോദിക്കാൻ പാടില്ല എന്നുണ്ടോ? പാർട്ടി അധ്യക്ഷന്റെ നിലപാട് ഇങ്ങനെയാണ് എന്ന് അദ്ദേഹത്തോട് ചോദിക്കാൻ പാടില്ല എന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ലല്ലോ. അദ്ദേഹത്തെ വഴിയിൽ തടഞ്ഞു നിർത്തുകയല്ലോ. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി വരുന്ന വഴിയിലും മുഖ്യമന്ത്രിയെ തടഞ്ഞു നിർത്തുന്നു എന്ന് പറയേണ്ടി വരും. അങ്ങനെയാണോ മഞ്ജുഷേ? നിങ്ങൾക്ക് പാർട്ടിയുടെ നിലപാട് വളരെ കൃത്യമായി സുവ്യക്തമായി എന്റെ സ്റ്റേറ്റ്മെന്റിൽ, ഞാൻ എത്രയോ സ്റ്റേറ്റ്മെന്റിൽ അമ്മ പിരിച്ചുവിടണം എന്ന് വരെ പറഞ്ഞ ആളാണ് ഞാൻ. നിങ്ങൾക്ക് വളരെ കൃത്യമാണ്, ഞങ്ങളുടെ സ്റ്റാൻഡ് വളരെ ക്ലിയർ ആണ്. ഈ വിഷയത്തിൽ സ്ത്രീ പീഡനം നടത്തുന്നത് മുകേഷ് ആയാലും ശരി, രഞ്ജിത്ത് ആയാലും ശരി, ആരായാലും ശരി, ഞങ്ങളുടെ സ്ഥാനം, ഞങ്ങളുടെ പോയിന്റ്, ഞങ്ങളുടെ പൊസിഷൻ വളരെ ക്ലിയർ ആണ്. ആ വിഷയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ BJP-യുടെ അധ്യക്ഷൻ പറഞ്ഞ തരത്തിലോ അല്ല സുരേഷ് ഗോപി പ്രതികരിച്ചതെങ്കിൽ അത് സുരേഷ് ഗോപിയുടെ വ്യക്തിപരമായ അഭിപ്രായമായിട്ട് അവിടെ കടന്നോട്ടെ. നിങ്ങൾ അത് സുരേഷ് ഗോപിയെ കൊണ്ട് പ്രകോപിപ്പിച്ച് നിങ്ങൾ ഇങ്ങനെ വന്നിരിക്കുന്നു, അങ്ങനെയാണ് നിങ്ങൾ ഇതിന് മറുപടി പറഞ്ഞേ പോകാൻ പറ്റൂ എന്നൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം അങ്ങനെയാണ്. ആ അഭിപ്രായം നിങ്ങൾ പറഞ്ഞോളൂ, എന്നിട്ട് തെറ്റ് അല്ല. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം അങ്ങനെ നിൽക്കട്ടെ. താങ്കളുടെ ഒരു നിലപാട് പറയൂ. സുരേഷ് ഗോപി ഇങ്ങനെ ഒരു നിലപാടാണോ സ്വീകരിക്കേണ്ടത്? ഇപ്പോൾ ഇത് CPM എന്ത് നിലപാടാണോ സ്വീകരിച്ചത് ആ നിലപാട് തന്നെയാണ് സുരേഷ് ഗോപിയും സ്വീകരിക്കുന്നത്. CPM-ഉം പറയുന്നത് ഇത് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ മുകേഷിനെ ഇതുവരെ ഈ നയരൂപീകരണ സമിതിയിൽ നിന്ന് പോലും മാറ്റാത്തത്. നേരത്തെ സമാനമായ ആരോപണങ്ങൾ ഈ മറ്റു പാർട്ടികളിലെ ജനപ്രതിനിധികൾക്ക് നേരെയും ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് അവരൊന്നും പദവികൾ ഒഴിഞ്ഞിട്ടില്ലല്ലോ എന്നാണ്. അപ്പോൾ ഇതേ നിലപാട് തന്നെ ഇപ്പോൾ സുരേഷ് ഗോപിയും സ്വീകരിക്കുകയാണ്. അതിനെ താങ്കൾ അനുകൂലിക്കുന്നുണ്ടോ? അല്ല, ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് കേട്ടിട്ടില്ല. അതുകൊണ്ട് സുരേഷ് ഗോപി പറഞ്ഞിട്ടുള്ളത് ഒരു ഓർഗനൈസേഷന്റെ അഭിപ്രായമല്ല, സുരേഷ് ഗോപിയുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമായിരിക്കാം. അത് പറയാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം അത് ഒന്നും കൂടി പഠിച്ചിട്ട് വേണമെങ്കിൽ രണ്ടാമത് കറക്റ്റ് ചെയ്യായിരിക്കും, അല്ലെങ്കിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ടിട്ട് നോക്കിയിട്ട് രണ്ടാമത് കറക്റ്റ് ചെയ്യുമായിരിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ മാനിക്കുക. അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ CPM-ന്റെ എടുത്ത തീരുമാനം പോലെ തന്നെയാണ് സുരേഷ് ഗോപി എടുത്തത് എന്ന് നിങ്ങൾ വ്യാഖ്യാനിക്കുന്നതിന് ഞങ്ങൾക്ക് വിരോധം വ്യാഖ്യാനിച്ചോളൂ. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. പക്ഷെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. അഭിപ്രായം പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ഒരു സ്ത്രീപക്ഷ നിലപാടെടുക്കുന്നതിൽ നിന്നും സുരേഷ് ഗോപിയെ തടയുന്നത് എന്താണ് ഇവിടെ? ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അദ്ദേഹം പറയുന്നത് അടുത്ത ചെസ് നമ്പർ ഇദ്ദേഹമാണോ എന്ന് സുരേഷ് ഗോപി സംശയിക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ്. അങ്ങനെ തന്റെ മേഖലയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് തനിക്കും എതിരാകുമോ എന്നുള്ള ഒരു സംശയം സുരേഷ് ഗോപിക്കുണ്ടോ എന്നൊരു സംശയം ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് ഉന്നയിക്കുമ്പോൾ അതിനെയും നമുക്ക് കുറ്റം പറയാൻ പറ്റുകയില്ല. അല്ല, അത് കോൺഗ്രസ്സുകാരനല്ല ഈ സുരേഷ് ഗോപി. സുരേഷ് ഗോപി BJP-കാരനാണ്. അതുകൊണ്ട് ചെസ് നമ്പർ കോൺഗ്രസ് നേതാക്കന്മാരുടെ വീട്ടിൽ പോയാൽ ധാരാളം ചെസ് നമ്പർ കിട്ടും. അത് VD സതീശന്റെ വീട്ടിൽ പോയാൽ മതി, ചെസ് നമ്പർ കിട്ടും. അബിൻ വർഗിയുടെ നേതാവ് ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് മഹാരാജാസ് കോളേജിൽ പഠിക്കുമ്പം ധാരാളം ചെസ്റ്റ് നമ്പർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്.
എനിക്കറിയാം. അപ്പോൾ അവിടെ താങ്കൾ സുരേഷ് ഗോപിയെ BJP കാരനാക്കുന്നുണ്ട്, അബിൻ വർക്കി കോൺഗ്രസ്സുകാരനാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ BJP കാരനാണെങ്കിൽ ഒരു സ്ത്രീ പക്ഷ നിലപാട് അദ്ദേഹം എടുക്കണം, പാർട്ടിയോട് യോജിച്ച് തന്നെ അദ്ദേഹം മുന്നോട്ട് പോകണം. പാർട്ടി ഒരു വ്യക്തമായ നിലപാട് എടുത്തിട്ടുണ്ട്, അതിനെ ഞാൻ ഒരിക്കലും ഖണ്ഡിച്ചിട്ടില്ല. വ്യക്തമായ ഒരു നിലപാട് പാർട്ടി എടുത്തിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം ഇങ്ങനെ ഈ മാധ്യമങ്ങളോട് ശോഭിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള നിലപാടെടുത്തുകൊണ്ട്, സ്ത്രീ വിരുദ്ധമായ നിലപാടെടുത്തുകൊണ്ട് അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുവാനുള്ള അവകാശം മാധ്യമങ്ങൾക്കുണ്ട്. അല്ല, സ്ത്രീ വിരുദ്ധമായ ഒരു നിലപാട് അദ്ദേഹം എടുത്തു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനുള്ള അവകാശം, ഫിസിക്കലായിട്ട് ചോദ്യം ചെയ്യാനുള്ള അവകാശം ഒന്നും ഒരു മാധ്യമ പ്രവർത്തകർക്കും കൊടുത്തിട്ടില്ല. ഫിസിക്കലായിട്ട് ചോദ്യം ചെയ്തിട്ടില്ല, അല്ല ഫിസിക്കലായിട്ട് അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്തിട്ടില്ല, അദ്ദേഹം ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യുമായിരുന്നു. ഗോപാലകൃഷ്ണൻ, ദൃശ്യങ്ങൾ വ്യക്തമാണല്ലോ. ഒരു കേന്ദ്ര സഹമന്ത്രിയെ മാധ്യമങ്ങൾ പോയി അറ്റാക്ക് ചെയ്യുമോ ഇത്രയും സുരക്ഷാ സംവിധാനങ്ങളിൽ നടക്കുന്ന ഒരു കേന്ദ്ര സഹമന്ത്രിയാന്നുള്ള സാമാന്യ മര്യാദ പോലും കാണിക്കാതെ അദ്ദേഹത്തിന്റെ വാതില്, ആ കാറിന്റെ വാതില് അങ്ങനെ അടഞ്ഞു നിൽക്കുന്നതിന് അങ്ങനെയൊക്കെ ചോദിക്കുക. താങ്കൾ ഈ പൊതുസമൂഹത്തിൽ ജീവിക്കുന്ന ആളല്ലേ ശ്രീ B. ഗോപാലകൃഷ്ണൻ, താങ്കളെ പോലെയുള്ള ആൾ ഇങ്ങനെ പറയരുത്. ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ മാധ്യമങ്ങൾ ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്ന് എടുക്കുന്നത് ആദ്യമായിട്ടാണോ? അല്ല, അതല്ലാന്ന് ഞാൻ ഇന്നലെ വരെ ഇല്ലാത്ത കാര്യമാണല്ലോ നിങ്ങൾ ഇപ്പൊ പറയുന്നത്. ഇന്നലെ വരെ മാധ്യമങ്ങളുമായി ഏറ്റവും നല്ല ബന്ധമുള്ള ആളാണ് സുരേഷ് ഗോപി. വളരെ സ്ത്രീ സമൂഹത്തിന്റെ രക്ഷകനായി നിൽക്കുന്ന ആളാണ് സുരേഷ് ഗോപി എന്ന് തന്നെയല്ലേ ഇന്നലെ വരെ നിങ്ങളും നമ്മളും എല്ലാം പറഞ്ഞത്. ഇന്നും അങ്ങനെ തന്നെയാണ്. അപ്പൊ ആ ഒരു സന്ദർഭത്തിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ വാതിൽ ബ്ലോക്ക് ചെയ്തു തന്നപ്പോ അദ്ദേഹം പ്രകോപിതനായിട്ടുണ്ടാവും. ഞാൻ നിഷേധിച്ചിട്ടൊന്നുമില്ല. ശരി, B. ഗോപാലകൃഷ്ണൻ ദയവായി ടെലിഫോൺ ലൈനിൽ തുടരുക. ഇപ്പോൾ അബിൻ വർക്കി അദ്ദേഹത്തെ കുറിച്ചൊരു